ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വിശ്വപ്രസിദ്ധ ശില്പിയും ചിത്രകാരനുമായ മൈക്കിൾ ആഞ്ചലോ ഒരു വെളുത്ത മാർബിൾ കഷ്ണത്തിൽ മനോഹരമായ ഒരു മാലാഖയുടെ ശില്പം കൊത്തിയുണ്ടാക്കി. ഇത് കണ്ട ആളുകൾ എങ്ങനെയാണ് ഈ വെളുത്ത മാർബിൾ കഷ്ണത്തിൽ നിന്ന് ഇത്ര മനോഹരമായ മാലാഖയുടെ ശില്പം അങ്ങ് കൊത്തിയുണ്ടാക്കിയത് എന്ന് അത്ഭുതത്തോടെ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: ഞാൻ ഏറ്റവും ആദ്യം ഈ മാർബിൾ കഷ്ണത്തിൽ മാലാഖയുടെ രൂപം ദർശിച്ചു. പിന്നീട് മാലാഖയുടേതല്ലാത്ത ഭാഗങ്ങൾ മാർബിളിൽ നിന്ന് കൊത്തിമാറ്റിയപ്പോൾ മനോഹരമായ ഈ മാലാഖയുടെ രൂപം ഈ വെളുത്ത മാർബിളിൽ നിന്ന് ഞാൻ കൊത്തിയെടുത്തു. ആണ്ടുവട്ടം 26-ാം ഞായറിൽ മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 38 മുതൽ 43 വരെയും 45, 47, 48 വരെയുള്ള വചനങ്ങളാണ് നാം ധ്യാന വിഷയമാക്കുന്നത്. ഒരു നല്ല ക്രിസ്തുശിഷ്യനായി തീരാൻ നാം എന്തൊക്കെ ചെയ്യണമെന്നാണ് ഈ സുവിശേഷ ഭാഗത്ത് നാം ദർശിക്കുന്നത്. ഒരു നല്ല ക്രിസ്തുശിഷ്യനാകാൻ ഏറ്റവും ആദ്യം നാം ഉപേക്ഷിക്കേണ്ടത് ശത്രുതയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയിലെ സുവിശേഷത്തിൽ നാം കണ്ടത് ശിഷ്യന്മാർ തങ്ങളിൽ ആരാണ് വലിയവനെന്ന് തർക്കിച്ചുകൊണ്ട് പരസ്പരം ശത്രുതയിലാകുന്നു. എന്നാൽ ശിശുവിനെ പോലെ ആകുന്നവൻ ഹൃദയത്തിൽ വെറുപ്പ് വെക്കാതെ ശിശുവിനെ പോലെ മറക്കാനും പൊറുക്കുവാനും മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിക്കുവാനും കഴിയുന്നവരാണ് സ്വർഗരാജ്യത്തിലെ വലിയവനെന്ന് യേശു പഠിപ്പിക്കുന്നു. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ഒരുവനെ കണ്ടിട്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അവനെ ശത്രുതയോടെ നോക്കുകയാണ്. എന്തുകൊണ്ട് ശിഷ്യന്മാർ അവനെ ശത്രുതയോടെ നോക്കിയെന്ന് നാം ചിന്തിക്കുമ്പോൾ മാർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങളിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു ബാലനെ സുഖപ്പെടുത്തുവാനായിട്ട് ശിഷ്യന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ അവർക്കവനെ സുഖപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. പിന്നീട് യേശുവാണ് അശുദ്ധാത്മാവ് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നത്. തങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മറ്റൊരാൾ ചെയ്യുന്നുവെന്ന് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് ദേഷ്യമുണ്ടാവുകയാണ്. നമ്മുടെയൊക്കെ ഇടവകയിൽ ധാരാളം ഭക്തസംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഭക്തസംഘടനകൾ തമ്മിൽ ചിലപ്പോഴെല്ലാം ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുകയും പിന്നീടത് വഴക്കിൽ കലാശിക്കുകയും ചെയ്യാറുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം എന്തിനാണ് ഈ ഭക്തസംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഈ ഭക്തസംഘടനകളിലൂടെ ഇടവകയ്ക്കും ഇടവക ജനത്തിനും പുരോഗതി ഉണ്ടാകണം. അങ്ങനെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. എൻ്റെ നാമമല്ല, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണമെന്ന് വിചാരിച്ച് നാം ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സങ്കീർത്തനം 115-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത് പോലെ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത് എന്ന് സങ്കീർത്തകനോടൊപ്പം നമുക്കും പറയുവാൻ കഴിയും. രണ്ടാമതായി, ക്രിസ്തു ശിഷ്യന് ഉണ്ടായിരിക്കേണ്ട മനോഭാവം സഹിഷ്ണുതയാണ്. യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നവനെ ശിഷ്യന്മാർ തടയുന്നതായി നാം കാണുന്നുണ്ട്. അവൻ തങ്ങളെ അനുഗമിച്ചില്ല എന്നതാണ് അവർ അതിന് കാരണമായി പറയുന്നത്. എന്നാൽ ക്രിസ്തുനാഥൻ അവരോട് പറയുന്നത്, ഒരാൾ നിൻ്റെ പക്ഷത്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കഴിവുകളും നന്മകളും നീ അംഗീകരിക്കാതിരിക്കരുത്. നിൻ്റെ എതിർചേരിയിലുള്ളവരുടെ നന്മയും കഴിവും കാണാനും അംഗീകരിക്കുവാനും കഴിയുമ്പോഴാണ് നീ യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യനാകുന്നത്. ഇനി നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. അറിയാതെ എപ്പോഴോ നാവിൽ നിന്ന് വന്ന ഒരു വാക്കിൻ്റെ പേരിൽ ആ വാക്ക് ഊതി വീർപ്പിച്ചത് മൂലം പരസ്പരം സഹിഷ്ണുതയോടെ വർത്തിക്കുവാൻ കഴിയാതെ ജീവിക്കുന്ന എത്രയെത്ര കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ മകനല്ലേ, മകളല്ലേ, നമ്മുടെ അപ്പനല്ലേ, അമ്മയല്ലേ എന്ന് കരുതി സഹിഷ്ണുതയോടെ ഒന്ന് പെരുമാറിയാൽ എത്ര വലിയ സന്തോഷം നമ്മുടെ കുടുംബങ്ങളിൽ നിറയും. ഓർക്കുക, തന്നിൽ നിന്ന് കൈപ്പറ്റിയ സർവ്വസമ്പത്തും ദൂർത്തടിച്ചിട്ട് തിരിച്ചു വന്ന മകനെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച സ്നേഹനിധിയായ പിതാവിൻ്റെ മക്കളാണ് നാം ഓരോരുത്തരും എന്ന് മനസ്സിലാക്കി നമ്മുടെ കൂടെയുള്ളവരുടെ കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുവാൻ വേണ്ട സഹിഷ്ണുത നമുക്കും ഉണ്ടാക്കാം.
അപ്പോൾ ക്രിസ്തുനാഥൻ നമ്മെ നോക്കി പറയും, ഇവനും നമ്മുടെ പക്ഷത്താണ്. മൂന്നാമതായി, ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവനാകണം. ധന്യയായ മദർ ഏലീശ്വ ക്രിസ്തുവിനെ സ്വന്തമാക്കാനായി പറയുന്ന ഒരു എളുപ്പവഴിയുണ്ട്. നിങ്ങൾ ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പോകുന്നിടത്തെല്ലാം ക്രിസ്തുവിനെയും കൊണ്ടുപോകണം. നിങ്ങൾ എവിടെയായിരുന്നാലും ക്രിസ്തുവിനോട് കൂടെയാകണം. അങ്ങനെ ക്രിസ്തുവിനോട് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും പ്രതിഫലം നഷ്ടമാകില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്, ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആർക്കെങ്കിലും നാം ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലും നമുക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. നാലാമതായി, ക്രിസ്തു ശിഷ്യൻ ഇടർച്ച വരുത്തുന്നവൻ ആകരുത്. പാമ്പ് പടം പൊഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പാമ്പിൻ്റെ ശരീരത്തിൽ ഒരു മുറിവോ പാരസൈറ്റ്സോ വന്നു നിറഞ്ഞ് തൊലി വിരൂപമായി മാറിയാൽ പാമ്പ് ഏതെങ്കിലും ഒരു മുൾച്ചെടിയിൽ തന്നെ കുത്തി നിർത്തി അതിനു ചുറ്റുമിഴഞ്ഞ് ആ പഴയ ആവരണം പൊളിച്ചു മാറ്റുന്നു. വളരെ വലിയ വേദന ഉളവാക്കുന്ന പ്രവൃത്തിയാണ് പാമ്പ് ചെയ്യുന്നത്. എന്നാൽ ഈ പടം പൊഴിക്കുന്നത് തനിക്ക് ദീർഘനാൾ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തുനാഥൻ നമ്മോട് പറയുന്നു, നിൻ്റെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം നിനക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് വെട്ടി നീക്കുക. അവയവത്തോടുകൂടെ കെടാത്ത അഗ്നിയിൽ നിബദിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് വിശുദ്ധ ക്രിസോസ്റ്റോം പറയുന്നത് ഇപ്രകാരമാണ്: പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും അടുത്തുള്ള സ്നേഹിതരായുള്ള ബന്ധം പോലും വിച്ഛേദിക്കുക എന്നതാണ് ശരീരത്തിലെ അവയവങ്ങൾ ഛേദിച്ച് കളയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധിയിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്നവർ ആരായാലും അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ നാം അമാന്തിക്കരുത്, അത് എത്ര വേദനാജനകമായാലും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മദ്യം, മയക്കുമരുന്ന്, ഫോണിൻ്റെ ദുരുപയോഗം, പണത്തിൻ്റെ ധൂർത്ത് എന്നിവ നിമിത്തം ഒത്തിരി കുടുംബങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. പാമ്പ് തന്നെ രക്ഷിക്കുവാനായിട്ട് പടം കൊഴിക്കുന്നത് പോലെ നമ്മുടെ ദുശീലങ്ങൾ നമ്മിൽ നിന്ന് കൊഴിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താതെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി നാം സുവിശേഷ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് കേട്ടത് ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. മൈക്കിൾ ആഞ്ചലോ വെളുത്ത മാർബിളിൽ മാലാഖയുടെ രൂപം ദർശിക്കുകയും മാലാഖയുടേത് അല്ലാത്ത ഭാഗങ്ങൾ കൊത്തിമാറ്റുകയും ചെയ്തപ്പോൾ മാർബിളിൽ മനോഹരമായ ഒരു മാലാഖയുടെ ശില്പം രൂപപ്പെട്ടതുപോലെ നമുക്കും നമ്മെ തന്നെ വെട്ടി ഒരുക്കിക്കൊണ്ട് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാകാം, ക്രിസ്തു ശിഷ്യയാകാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.